ആ അമ്മമ്മേ, ആ എന്തായി പാലായാ? പാല് കാച്ചിട്ട് തിളച്ചിനില്ല അവനെ. ആ തിളച്ചിട്ട് വാങ്ങി വെക്കണം. ആ, ഇവിടെ അത്രയല്ലേ സൗകര്യമുള്ളൂ. അമ്മമ്മ ആ മണ്ണിൽ ഇരുന്നുവാ. ആ മണ്ണിൽ തന്നെ ഇരുന്നിനി. എന്നാ വേണ്ടല്ലേ പിന്നെ. ആ അങ്ങനെയൊന്നും എനിക്കില്ല. മണ്ണിലിരിക്കും. കാട്ടിലാണെങ്കിൽ അവിടെ റബ്ബർ തോട്ടത്തിലെല്ലാം ഇരിക്കും. പറകെല്ലാം പൊറുക്കിയിട്ട് ആ ഒന്നും കയ്യില്ലെങ്കിൽ അത് കണ്ടിട്ട് നായി ആടി ഇരിക്കും. ഒന്നാണ് പറ്റിയത് നേരത്തിട്ട് മണപ്പിക്കലും നക്കലും എല്ലാം ആക്കും. ഞാൻ പറയും ഒന്നുമില്ലാടാ, വെറുതെ ഇരുന്നതാണ്. അന്നേരം വേഗം കൊഞ്ചും. വീടെല്ലാം പഴക്കം ചെന്നതാണ് മക്കളെ. എന്നാ വേണ്ടത്? കഷ്ടപ്പാടന്നെ. ഇപ്പം നല്ല സന്തോഷത്തിൽ നിൽക്കുന്നേലും മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും അകത്ത് അല്ലാതെ പുറത്തോട്ട് പോകുന്ന അവസ്ഥയാണ്. തേച്ച് ഉള്ളിലാണ്. കിടന്നുറങ്ങാൻ ഒരു മുറിയുണ്ട്. അതും കിടന്നാലും പിന്നെ ഇടയ്ക്കിടെ ചോരും ഇടിയും മിന്നും കാറ്റും എല്ലാം വരുമ്പം പേടിച്ചിട്ടാണ് കിടക്കൽ. എൻ്റെ മോനും മക്കൾക്കും എല്ലാം കഷ്ടപ്പാടാണ്. ഇപ്പം വാടകയ്ക്ക് നിൽക്കുന്നവരെ ഈ വീട്ടിൽ അതിൻ്റെതായ രീതിയിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പിള്ളേരെല്ലാം കൂടെ വാടകയ്ക്കാൻ നിൽക്കുന്നത്. എല്ലാവർക്കും വിഷമാണ്. നമ്മ നിക്കുന്ന ഏകദേശം ഇതുപോലത്തെ വീട് തന്നെ. പക്ഷെ വാടകയ്ക്കാൻ നിൽക്കുന്നേ മക്കളും. ആടി മഴയാകുമ്പോ ചോരലെല്ലാം ഉണ്ട്. പക്ഷെ ഇത്രക്ക് അങ്ങ് ഇല്ലാന്നേലോ. അതും പഴയ വീടാന്ന്. ആ ഒന്നിനും ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് കഷ്ടപ്പാടായിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കണമെന്ന് പറയാത്തത്. ഇവിടെ എങ്ങനെയാ നിൽക്കുക? ഇവിടെ എല്ലാം കൂടെ കുത്തി മറിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. ഞാനിങ്ങനെ ഭഗവാനെ എന്ന് വിചാരിച്ചു കിടക്കുന്നു. ഇപ്പം കുറേ രക്ഷ. അതിന് വേനൽക്കാലം നല്ല സന്തോഷമാവും അമ്മക്ക്. മഴക്കാലം ആയാലും അന്നേരം മഴക്കാലാവുമ്പോ ആകെ നിക്കാൻ ബുദ്ധിമുട്ട്. ടെൻഷനായിട്ട് അന്നേരം തല കറങ്ങും. എന്തോ ഈ തല കറങ്ങും പോലെയോ എന്തെല്ലോ ആകും എനിക്ക്. ഇപ്പം അതല്ലേ, നല്ല സുഖം ഞാൻ വേണമെങ്കിൽ ഈ വീടിന്റെ നമ്മളിപ്പോ അടുപ്പിന്റെ അടുത്ത അടുപ്പ് പുറത്തേക്ക് ആക്കിയില്ലേ, ഇവിടെ ഇല്ല. ഇതാണ് വീടിന്റെ കെട്ടിയതാണ് അമ്മമ്മ. ബാക്ക് ഭാഗം. ഇത് സാരിയെല്ലാം സാരിയെല്ലാം കെട്ടിയിട്ടേ ചോരുന്നായിട്ട്. ഇപ്പുറത്തെ ഭാഗമെല്ലാം നോക്കാം. മഴക്ക് എങ്ങനെ നിക്കാൻ കഴിയില്ല. ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടും കാര്യമില്ല. ഷീറ്റ് ഇപ്പം കീറി എല്ലാം. ഷീറ്റ് കീറിന്. വേനൽക്കാലായതുകൊണ്ട് ഉണങ്ങിയിട്ട് ഷീറ്റ് റബ്ബറിന്റെ പ്ലാസ്റ്റിക് കൂട് ഷീറ്റല്ലേ അത്. ഒരു ചൂട് പറ്റുമ്പം നടുക ഇങ്ങനെ ആയിട്ട് തേച്ചും കീറിപ്പോയി. ഇനിയിപ്പം ഈ പിന്നെ ഞാനിങ്ങനെ മാസങ്ങളുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുമ്പോൾ അമ്മമ്മക്ക് ആകെ ടെൻഷൻ. അതല്ലേ പറയുന്നത്. നമ്മക്കും അതേപോലെ തന്നെ. ആടി അതേപോലെ തന്നെ. വാടക ആണെങ്കിലും വീട്ട് കെട്ടണം എന്നില്ല ചിന്തയായി. ഇപ്പം വാടകയും കൊടുക്കണം. ഇത് വീടാ. മാവ് പൂത്തിട്ട് മാങ്ങ മാങ്ങിണ്ടാവാൻ അവിടെ എല്ലാം ഉണ്ട് പൂത്തിട്ട്. അമ്മമ്മ ഇടക്കടേ